അയാൾ അടുത്ത ടോപ്പിക്കാണ് കോൺസ്റ്റിറ്റ്യൂഷണലിസം. കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണഘടനാത്മകത എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറഞ്ഞാൽ. ഭരണഘടനാത്മകത അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളെ, അതായത് സർക്കാരിൻ്റെ അധികാരങ്ങളെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ സംവിധാനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്കൂളിൽ കുറേ നിയമങ്ങളുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങളുടെ സ്കൂളിലുള്ള നിയമങ്ങളാണ് എന്തൊക്കെ? ബെല്ലടിക്കുന്നതിന് മുന്നേ ക്ലാസ്സിൽ, കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിലെത്തണം. അതുപോലെ തന്നെ ഒരു സമയമായി കഴിഞ്ഞാൽ ക്ലാസ്സിൽ കയറണം, ഒരു സമയമായി കഴിഞ്ഞാൽ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങണം, സമയമായി കഴിഞ്ഞാൽ പിന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം, അതുപോലെ തന്നെ ഒരു സമയമായി കഴിഞ്ഞാൽ ബെല്ലടിച്ചിട്ട് സ്കൂള് വിടണം എന്നൊക്കെ ഉള്ളത് അല്ലേ? അപ്പം ഈ ഒരു നിയമങ്ങൾ കുട്ടികൾക്ക് മാത്രമല്ല ബാധകമായിട്ടുള്ളത്, കുട്ടികൾക്കും അതുപോലെ തന്നെ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഹെഡ് മാസ്റ്റർക്കും ബാധകമായിട്ടുള്ള കാര്യങ്ങളാണ് എന്തൊക്കെ? സമയത്തിന് ക്ലാസ്സിൽ വരണം, ഒരു സമയം കഴിഞ്ഞാൽ സ്കൂള് വിടണം, അതുപോലെ തന്നെ ഒരു സമയമായി കഴിഞ്ഞാൽ ലഞ്ച് ബ്രേക്ക് കൊടുക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഭരിക്കുന്ന ഹെഡ് മാസ്റ്റർക്കും ബാധകമാണ് അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു രാജ്യത്തിൻ്റെ നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. അത് അധികാരത്തിലുള്ളവരും അതുപോലെ തന്നെ ഭരണഘടനയുടെ പരിധിയിലുള്ളവരും ഒക്കെ എന്ത് ചെയ്യണം? അത് കേട്ടിട്ട് വേണം പ്രവർത്തിക്കാൻ, അതനുസരിച്ചിട്ട് വേണം പ്രവർത്തിക്കാൻ. അപ്പം നിയമം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾക്ക് മാത്രമല്ല, അവിടെയുള്ള ഗവൺമെൻറ്റിനും അത് ഭരിക്കുന്നവർക്കൊക്കെ എന്ത് ബാധകമാണ്? ആ നിയമം അനുസരിക്കൽ ബാധകമാണ് എന്നുള്ളതാണ് എന്തിൽ പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണലിസത്തിൽ പറയുന്നത്. Constitutionalism. We have familiarized with the general characteristics of the Constitution, right? നമ്മൾ ഭരണഘടനയുടെ പൊതുവായിട്ടുള്ള സവിശേഷതകളൊക്കെ ഇപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അതെ. Now let us examine what constitutionalism is. ഇനി നമുക്ക് എന്താണ് ഭരണഘടനാത്മകത അല്ലെങ്കിൽ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പഠിക്കാം. ഇവിടെ നമുക്കൊരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട്, കുട്ടികളും ടീച്ചറും തമ്മിലുള്ള കോൺവെർസേഷനാണ്. അതിൽ ടീച്ചർ പറയാണ്, മനു, ഐ സോ യു റൈഡിങ് എ ബൈസിക്കിൾ ടുഡേ വയലേറ്റിംഗ് ദി ട്രാഫിക് റൂൾ, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. അപ്പോൾ ടീച്ചർ പറയാണ്, മനു, ഇന്ന് നീ ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചിട്ട് സൈക്കിൾ ഓടിക്കുന്നത് ഞാൻ കണ്ടല്ലോ, അത് ഇനിയും നീ ആവർത്തിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പം മനു പറയാണ്, സോറി ടീച്ചർ, ഡു സൈക്ലിസ്റ്റ് ഹാവ് ടു ഫോളോ ദി റൂൾസ്? സൈക്കിൾ ഓടിക്കുന്നവർക്കും ഈ റൂൾസൊക്കെ പാലിക്കേണ്ടതുണ്ടോ എന്നാണ് മനു ചോദിക്കുന്നത്. ടീച്ചർ, ആൾ ഷുഡ് ഒബേ ദി ട്രാഫിക് റൂൾ. ടീച്ചർ എന്താ പറയുന്നത്? എല്ലാവരും ട്രാഫിക് റൂള് പാലിക്കണം എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ നോട്ട് ഓൺലി ടു ഓർഡിനറി പീപ്പിൾ. അത് സാധാരണക്കാർക്ക് മാത്രമല്ല അത് ബാധകമായിട്ടുള്ളത്, ബട്ട് ആൾസോ ദോസ് ഇൻ പവർ. അത് അധികാരത്തിലുള്ളവർക്കും അതെന്താണ്? ബാധകമാണ് എന്നാണ് പറയുന്നത്. ഹാവിൻ യു നോട്ടീസ്ഡ് ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് മനു? നിങ്ങൾ ടീച്ചറും അതുപോലെ തന്നെ മനുവും തമ്മിലുള്ള കോൺവെർസേഷൻ ശ്രദ്ധിച്ചു അല്ലേ? ഹാവിൻ യു റിയലൈസ്ഡ് ദാറ്റ് ദോസ് ഇൻ പവർ ആർ ഓൾസോ ഒബ്ലിഗഡ് ടു ഒബേ ദി ലോസ്? അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അധികാരത്തിലുള്ളവരും നിയമങ്ങൾ പാലിക്കണം, അല്ലെങ്കിൽ അധികാരത്തിലുള്ളവരും നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നാണ് ചോദിക്കുന്നത്. മനസ്സിലായി. Just as laws control individuals, there are some restrictions on the authorities as well. നിയമങ്ങൾ വ്യക്തികളെ നിയന്ത്രിക്കുന്നത് പോലെ തന്നെ അധികാരികളിലും ചില നിയന്ത്രണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഒരു നിയമം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങളിലും അവിടുത്തെ ഓരോ വ്യക്തിയിലും മാത്രമല്ല, അവിടെ ഭരിക്കുന്നവർക്കും ആ നിയമം പാലിക്കാൻ അത്യാവശ്യമാണ് എന്നാണ് പറയുന്നത്. If unlimited powers are given to administrators, it will destroy the freedom of people and lead to dictatorship. അപ്പോൾ ഭരണാധികാരികൾക്ക് പരിമിതിയില്ലാത്ത അധികാരം കൊടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ ഏകാധിപത്യത്തിലേക്ക് അത് നയിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അടുത്തത്, ദി കോൺസ്റ്റിറ്റ്യൂഷണലിസം സ്റ്റാൻഡ്സ് എഗെയിൻസ്റ്റ് ദിസ്. അപ്പം ഈ ഭരണഘടനാത്മകത എന്ന് പറഞ്ഞാൽ ഇതിനെതിരെ നിൽക്കുന്നതാണ്. എന്തിനെതിരെ? ജനങ്ങളുടെ സ്വാതന്ത്ര്യം നശിപ്പിക്കാൻ പാടില്ല, അതുപോലെ തന്നെ ഏകാധിപത്യം നടപ്പിലാകാൻ പാടില്ല എന്നത് വിശ്വസിക്കുകയും ഏകാധിപത്യത്തിനെതിരെയും അതുപോലെ തന്നെ ജനങ്ങളുടെ സ്വാതന്ത്ര്യം നശിപ്പിക്കുന്നതിനെതിരെയൊക്കെ നിൽക്കുന്നതാണെന്ത്? കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയുന്നത്.
ദി കോൺസ്റ്റിറ്റ്യൂഷണലിസം ഈസ് എ പൊളിറ്റിക്കൽ ഓർഡർ ദാറ്റ് ലിമിറ്റ്സ് ദി പവർ ഓഫ് ദി ഗവൺമെൻറ് ത്രൂ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം ഭരണഘടന മുഖേന സർക്കാരിൻ്റെ അധികാരങ്ങളെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ സംവിധാനമാണ് എന്ത് ഭരണഘടനാത്മകത എന്ന് പറഞ്ഞാൽ. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ? അതായത് ഭരണഘടന മുഖേന തന്നെ സർക്കാരിൻ്റെ അധികാരങ്ങളെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ സംവിധാനമാണ് എന്ത് ഭരണഘടനാത്മകത എന്ന് പറഞ്ഞാൽ. അപ്പം ദി കോൺസ്റ്റിറ്റ്യൂഷണലിസം ഓൾസോ ഇൻക്ലൂഡ് കൺട്രോളിങ് ദോസ് ഇൻ പവർ, എൻഷുറിങ് ദി റൂൾ ഓഫ് ലോ ആൻഡ് ഡിഫൈനിങ് ദി റൈറ്റ്സ് ഓഫ് പീപ്പിൾ. അപ്പം കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അധികാരത്തിലുള്ളവരെ നിയന്ത്രിക്കുകയും നിയമത്തിൻ്റെ ആധിപത്യം ഉറപ്പാക്കുകയും ജനങ്ങളുടെ അവകാശങ്ങൾ അവർക്ക് കിട്ടുകയും ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയുന്നത്. അടുത്തതാണെന്ത്? അരിസ്റ്റോട്ടിൽ ആൻഡ് ദി കോൺസ്റ്റിറ്റ്യൂഷണലിസം. അരിസ്റ്റോട്ടിലും കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്നാണ് അടുത്ത ഭാഗത്തിൻ്റെ പേര്. അരിസ്റ്റോട്ടിൽ വാസ് ദി ഫസ്റ്റ് ടു ഡിസ്കസ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണലിസം. അപ്പോൾ ഘടനയെയും അതുപോലെ തന്നെ ഭരണഘടനാത്മകതയെയും ആദ്യമായി വിശദീകരിച്ചത് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. The primary definition he gave to the constitution is the arrangement of officers in the state. അപ്പോൾ ഭരണഘടനയെ അദ്ദേഹം ആദ്യം തന്നെ നിർവചിച്ചത് എങ്ങനെയാണ്? രാജ്യത്തിലെ അധികാരികളുടെ ക്രമീകരണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഭരണഘടനയ്ക്ക് ഒരു ഡെഫിനിഷൻ കൊടുത്തത്. അപ്പം ഭരണഘടനയ്ക്ക് അദ്ദേഹം കൊടുത്ത ഡെഫിനിഷൻ എന്താണ്? ദി അറേഞ്ച്മെൻറ്റ് ഓഫ് ഓഫീസേഴ്സ് ഇൻ ദി സ്റ്റേറ്റ്. രാജ്യത്തിലെ അധികാരികളുടെ ക്രമീകരണം എന്നാണ്. ഇനി അടുത്തത് ഹി ക്ലാസിഫൈഡ് ലോ ഇൻ ടു 2 കാറ്റഗറീസ്, ഓർഡിനറി ലോസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോസ്. അപ്പം അദ്ദേഹം നിയമത്തെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. സാധാരണ നിയമങ്ങളും ഭരണഘടനാ നിയമങ്ങളും എന്നാണ് അദ്ദേഹം തിരിച്ചിട്ടുള്ളത്. ഓർഡിനറി ലോസ് എന്ന് പറഞ്ഞാൽ സാധാരണ നിയമങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണഘടനാ നിയമങ്ങൾ എന്നാണ് അതിൻ്റെ പേര്. ഇനി അടുത്തതാണ് ഫ്രം ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഫൈൻഡ് വൺ ദാറ്റ് അഗ്രി വിത്ത് ദി കോൺസ്റ്റിറ്റ്യൂഷണലിസം ആൻഡ് കളർ ദി സർക്കിൾ. അപ്പം താഴെ തന്നിരിക്കുന്നതിൽ കോൺസ്റ്റിറ്റ്യൂഷണലിസം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കോൺസ്റ്റിറ്റ്യൂഷണലിസത്തോട് യോജിക്കുന്നവ കണ്ടെത്തി റൗണ്ട് വരക്കാനാണ് പറയുന്നത്, സർക്കിൾ വരക്കാനാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്താണ്? സെറ്റ്സ് ലിമിറ്റ് ടു ദി പവർ ഓഫ് ദി റൂൾസ്. ഭരണാധികാരികളുടെ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സെറ്റ്സ് ലിമിറ്റ്സ് ടു ദി പവർ ഓഫ് ദി റൂളേഴ്സ്. അതായത് അധികാരികളുടെ, റൂളേഴ്സ് എന്ന് പറഞ്ഞാൽ അധികാരികളുടെ അധികാരങ്ങൾക്ക്, പവർ എന്ന് പറഞ്ഞാൽ അധികാരമാണ്, അധികാരങ്ങൾക്ക് ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതെന്താണ്? അത് കറക്റ്റാണ് അല്ലേ? അപ്പം നമുക്കതിൽ വട്ടം വരക്കാം. അടുത്തത് ഡിഫൈൻസ് ദി റൈറ്റ് ഓഫ് സിറ്റിസൺസ്. പൗരന്മാരുടെ അവകാശങ്ങൾ നിർവചിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കറക്റ്റാണ്. അടുത്തത് പ്രൊമോട്ട് ഡിക്റ്റേറ്റർഷിപ്പ്. ഏകാധിപത്യം പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് നമുക്കത് തെറ്റാണ് അല്ലേ? ഇത് തെറ്റാണ്. ആദ്യത്തെ 3 കറക്റ്റാണ്, ഇത് തെറ്റാണ്. അടുത്തത് ഗിവ് അൺലിമിറ്റഡ് പവേഴ്സ് ടു റൂളേഴ്സ്. ഭരണാധികാരികൾക്ക് പരിധിയില്ലാത്ത അധികാരം നൽകിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇല്ല, അതും തെറ്റാണ്. ഭരണാധികാരികൾക്ക് പരിധിയിലാണ് നിയമം കൊടുത്തത് അല്ലേ? അത് അവരുടെ ഭരണത്തിനും എന്തുണ്ട്? പരിധിയുണ്ട്. ആ പരിധി വിട്ട് അവർക്കും ഭരിക്കാൻ കഴിയില്ല. അടുത്തത് എൻഷുർ ദി റൂൾസ് ഓഫ് ലോ. നിയമത്തിൻ്റെ ആധിപത്യം ഉറപ്പാക്കുന്നു എന്നാണ് പറയുന്നത്. അതും ശരിയാണ് അല്ലേ? ഓക്കെ. അപ്പം നിയമത്തിൻ്റെ ആധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമത്തിൻ്റെ ആധിപത്യം എന്ന് പറഞ്ഞാൽ റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? രാജ്യത്തിൽ മനുഷ്യരുടെ ആധിപത്യമല്ല, നിയമത്തിൻ്റെ ആധിപത്യം ആയിരിക്കണം ഒരു രാജ്യത്തിൽ ഉണ്ടാവേണ്ടത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മന്ത്രി ട്രാഫിക് നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാർ ഒരു ട്രാഫിക് നിയമം ലംഘിച്ചാൽ എങ്ങനെയാണോ അതേ പിഴ ആ ഒരു മന്ത്രിയും അടക്കണം എന്നാണ്. അതിനാണ് നമ്മൾ എന്താ പറയുന്നത്? നിയമത്തിൻ്റെ ആധിപത്യം ഉറപ്പാക്കുന്നു എന്ന് പറയുന്നത്. അതെന്താണ്? അധികാരത്തിലുള്ളവരും സാധാരണ ജനങ്ങളും ഒരേ നിയമത്തിന് കീഴിലാണ്. ആരും നിയമത്തിന് മുകളിലല്ല. നിയമം അനുസരിച്ചാണ് സർക്കാരും അതിലുള്ള മന്ത്രിമാരൊക്കെ പ്രവർത്തിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അതാണെന്ത്? നിയമത്തിൻ്റെ ആധിപത്യം എന്ന് പറയുന്നത്. അത് കോൺസ്റ്റിറ്റ്യൂഷണലിസത്തിൽ
ഉറപ്പാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് എന്താണ്, കറക്റ്റാണ്. നെക്സ്റ്റ്, ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എവറി കൺട്രി ഈസ് ഫ്രെയിംഡ് ആസ് എ റിസൾട്ട് ഓഫ് സെവറൽ ലെങ്തി പ്രോസസ്സസ്. ഓരോ രാജ്യത്തിൻ്റെയും ഭരണഘടന പല ദീർഘമായ പ്രക്രിയകളുടെ ഫലമായിട്ടാണ് രൂപപ്പെട്ടത്. അതായത് പല രാജ്യത്തിൻ്റെയും ഭരണഘടന ഒരു ദിവസം കൊണ്ട് അങ്ങോട്ട് ഉണ്ടായതല്ല. കുറേ കാലങ്ങളെടുത്തിട്ട് അതിൽ പ്രവർത്തിച്ചിട്ടാണ് ഭരണഘടന ഉണ്ടായിട്ടുള്ളത്. ദി ഹിസ്റ്ററി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് അവർ കൺട്രി ഈസ് നോട്ട് ഡിഫറെൻറ്റ് ഫ്രം ദിസ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയും ഇങ്ങനെയാണ്, കുറേ കാലങ്ങളെടുത്തിട്ടാണ് നമ്മളുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയും രൂപപ്പെട്ടത്. ലെറ്റ് us എക്സാമിൻ ഹൗ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് ഫ്രെയിംഡ്. അപ്പം ഇന്ത്യയുടെ ഭരണഘടന എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് നമുക്ക് പരിശോധിക്കാം. ഫസ്റ്റ് ഇവിടെ തന്നിരിക്കുന്നത് പ്രസിഡൻറ്റിൻ്റെ ഓത്താണ്. പ്രസിഡൻസ് ഓത്ത് ഓർ അഫർമേഷൻ ബൈ ദി പ്രസിഡൻറ്റ്. എങ്ങനെയാണ് പ്രസിഡൻറ്റിൻ്റെ ഓത്ത്? I, AB, do swear in the name of God. AB എന്ന് പറഞ്ഞാൽ ഒരാളെ പേര്, ഇപ്പോൾ ആരാണോ പ്രസിഡൻറ്റ് അവരുടെ പേര് ഇവിടെ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? I, AB, ഞാൻ AB ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. solemnly affirm that I will faithfully execute the office of President. ഗൗരവമായി ഉറപ്പ് നൽകുന്നു, ഇന്ത്യയുടെ പ്രസിഡൻറ്റിൻ്റെ പദവി വിശ്വസ്തമായി നിർവഹിക്കുമെന്നും. ഓഫ് ഇന്ത്യ ആൻഡ് solemnly affirm that I will faithfully execute the office of President of India and will to the best of my ability to preserve. ഗൗരവമായി ഉറപ്പ് നൽകുന്നു, ഇന്ത്യയുടെ പ്രസിഡൻറ്റിൻ്റെ പദവി വിശ്വസ്തമായി നിർവഹിക്കുമെന്നും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഭരണഘടനയും നിയമവും സംരക്ഷിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യുമെന്നും. പ്രൊട്ടക്റ്റ് ആൻഡ് ഡിഫെൻഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ലോ ആൻഡ് that I will devote myself to the service and well-being of people of India. പ്രൊട്ടക്റ്റ് ആൻഡ് ഡിഫെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? സംരക്ഷിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന, ആൻഡ് ദി ലോ നിയമങ്ങളും. അപ്പം നിയമങ്ങളും ഭരണഘടനയും സംരക്ഷിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. ഐ വിൽ ഡിവോട്ട് മൈസെൽഫ് ടു ദി സർവീസ് ആൻഡ് വെൽബീയിങ് ഓഫ് പീപ്പിൾ ഓഫ് ഇന്ത്യ. ഞാൻ ഇന്ത്യയിലെ ജനങ്ങളുടെ സേവനത്തിനും ക്ഷേമത്തിനും ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുമെന്നും സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഡിവോട്ട് മൈസെൽഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നെ തന്നെ സമർപ്പിക്കും എന്നാണ് പറയുന്നത്. ടു ദി സർവീസ് ആൻഡ് വെൽബീയിങ് ഓഫ് പീപ്പിൾ ഓഫ് ഇന്ത്യ. ജനങ്ങളുടെ സേവനത്തിനും അതുപോലെ തന്നെ വെൽബീയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷേമത്തിനും ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് നിങ്ങളോട് ചോദിക്കുകയാണ്, ഹാവ് യു ഗോൺ ത്രൂ ദി പ്രസിഡൻസ് ഓത്ത്? നിങ്ങൾ പ്രസിഡൻറ്റിൻ്റെ ആ ഒരു ഓത്തിലൂടെ, സത്യപ്രതിജ്ഞയിലൂടെ നിങ്ങൾ വായിച്ചില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇറ്റ് എക്സ്പ്ലെയിൻസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് നമ്മളുടെ ഭരണഘടനയുടെ പ്രാധാന്യം വിശദീകരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇന്ത്യ ഹാസ് എ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി വേൾഡ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ആർക്കാണുള്ളത്? ഏത് രാജ്യത്തിനാണുള്ളത്? ഇന്ത്യക്കാണ് ഉള്ളത്. ലെറ്റ് us എക്സാമിൻ ഇറ്റ്സ് ഒറിജിൻ. അതിൻ്റെ ഒറിജിൻ അതിൻ്റെ ഉത്ഭവം നമുക്ക് പരിശോധിക്കാം എന്നാണ് പറഞ്ഞത്. ദി ഒറിജിൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് റിലേറ്റഡ് ടു ദി ഹിസ്റ്ററി ഓഫ് ഇന്ത്യ അണ്ടർ ദി ബ്രിട്ടീഷ് റൂൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ എവിടുന്നാണ്? ബ്രിട്ടീഷ് ഭരണകാലത്തെ ഇന്ത്യയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് പെട്ടെന്നുണ്ടായതല്ല. അത് ബ്രിട്ടീഷ് ഭരണകാലത്ത് നടന്ന നിരവധി ചരിത്ര സംഭവങ്ങളിലൂടെയാണ്, നിരവധി ചരിത്ര സംഭവങ്ങളുടെ ഫലമായിട്ടാണ് എന്ത് രൂപപ്പെട്ടത്? ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒറിജിൻ ചെയ്തത്. അപ്പം ഇതിലുള്ള ഈ ഇന്ത്യൻ ഭരണഘടനയുടെ ഒറിജിൻ്റെ പ്രധാന ഘട്ടങ്ങൾ എന്തൊക്കെയെന്നാണ് ഇനി പറയാൻ പോകുന്നത്. മൊത്തത്തിൽ ഇപ്പം എന്താ പറയുന്നത്? ഒരു കാലത്ത് ഇന്ത്യ വലിയ ഒരു സമ്പത്തുള്ള ദേശമായിരുന്നു. അപ്പം 1600 എന്ത് ചെയ്തു? ഇംഗ്ലണ്ടിൽ നിന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയുമായിട്ട് വ്യാപാരം നടത്താൻ വേണ്ടിയിട്ട് വന്നു. ആദ്യം അവർ വ്യാപാരികളായിട്ടാണ് വന്നത്. പക്ഷേ അവരെന്ത് ചെയ്തു? കാലക്രമേണ അവർ
ഇന്ത്യയിൽ അധികാരം പിടിച്ചെടുത്തു. ഒടുവിൽ ഇന്ത്യയുടെ ഭരണ സംവിധാനം തന്നെ ആര് കൈവശപ്പെടുത്തി? ഈ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൈവശപ്പെടുത്തി. ഇങ്ങനെ വിദേശ ഭരണത്തിൽ കഴിയേണ്ടി വന്ന ഇന്ത്യക്കാരെന്ത് ചെയ്തു? അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല. അവരെന്ത് ചെയ്തു? അവർ അസന്തുഷ്ടരായി. അങ്ങനെ 1857 ഇന്ത്യൻ ജനത എന്ത് ചെയ്തു? ബ്രിട്ടീഷിനെതിരെ വലിയൊരു പോരാട്ടം നടത്തി. ഇതാണെന്ത്? ആദ്യ സ്വാതന്ത്ര്യ സമരം എന്ന് അറിയപ്പെടുന്നത്. ഈ സമരത്തിൻ്റെ ഫലമായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം എന്തായി? അവസാനിച്ചു. തുടർന്ന് ബ്രിട്ടൻ്റെ രാജ്ഞി ഇന്ത്യയുടെ ഭരണം നേരിട്ട് ഏറ്റെടുത്തു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് ഇന്ത്യക്കാർ ഭരണത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടെന്ന് ബ്രിട്ടീഷ് സർക്കാർ തിരിച്ചറിഞ്ഞു. കാരണം ഇന്ത്യയിൽ എന്തെങ്കിലുമൊക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ അതിലാര് വേണം? ഇന്ത്യക്കാർ വേണം എന്ന് അവർക്ക് മനസ്സിലായി. അതിനായിട്ട് അവരെന്ത് ചെയ്തു? ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് എന്ന നിയമങ്ങൾ കൊണ്ടുവന്നു. ഇതിലൂടെ എന്ത് ചെയ്തു? ഭരണകാര്യങ്ങളിൽ ഇന്ത്യക്കാരുടെ പങ്കാളിത്തം എന്ത് ചെയ്തു? കുറച്ച് കൂടി. ഇതിനിടയിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി നിരവധി സംഘടനകൾ രംഗത്തെത്തി. അവയിൽ പ്രധാനമായിട്ടുള്ളതാണ് ഏത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്തു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെട്ടു. കൂടാതെ സ്വതന്ത്ര ഇന്ത്യക്കൊരു ഭരണഘടന തയ്യാറാക്കാൻ, അതായത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ഭരണഘടനാ സഭ തയ്യാറാക്കണമെന്നും അവരെന്ത് ചെയ്തു? ആവശ്യപ്പെട്ടു. ആരാവശ്യപ്പെട്ടു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അങ്ങനെ ബ്രിട്ടീഷ് സർക്കാർ എന്ത് ചെയ്തു? പിന്നീട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് കൊണ്ടുവന്നു. ഇതിലൂടെ ഇന്ത്യക്കാരുടെ ഭരണ പങ്കാളിത്തം അവർ വീണ്ടും വർദ്ധിപ്പിച്ചു. എന്നാൽ ഇന്ത്യക്കാർക്ക് വേണ്ടത് പൂർണ്ണ സ്വയം ഭരണമായിരുന്നു. ഇന്ത്യക്കാർക്ക് എന്ത് വേണ്ട? ബ്രിട്ടീഷിൻ്റെ കൂടെ കൂടിയിട്ടുള്ള ഭരണം ആവശ്യമില്ല. അവർക്ക് എന്ത് വേണം? പൂർണ്ണ സ്വയം ഭരണം, അതായത് സ്വതന്ത്രമായിട്ട് ഭരിക്കാൻ പറ്റണം എന്നായി. ആരുടെ ആവശ്യം? ഇന്ത്യക്കാരുടെ ആവശ്യം. അതിനായി ബ്രിട്ടീഷ് സർക്കാർ എന്ത് ചെയ്തു? ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ചു. ഇതിൻ്റെ ഫലമായിട്ട് 1946 ഭരണഘടനാ സഭ രൂപപ്പെട്ടു. ഈ സഭയുടെ പ്രധാന ചുമതല ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കുക എന്നതായിരുന്നു. അതായത് ഈ ക്യാബിനറ്റ് മിഷൻ്റെ പ്രധാന ഉത്തരവാദിത്തം എന്താണ്? ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു ഭരണഘടന തയ്യാറാക്കി കൊടുക്കുക എന്നായിരുന്നു. ഇങ്ങനെ വർഷങ്ങളായുള്ള പോരാട്ടവും നിയമപരമായ മാറ്റങ്ങളും ചേർന്ന് ഇന്ത്യക്ക് സ്വയം ഭരണഘടന രൂപം കൊണ്ടു. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയായ ഇന്ത്യൻ ഭരണഘടന ഇങ്ങനെയാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത്. അതിലാദ്യത്തേതാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇതിലെന്താണ് പറയുന്നത്? ദി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1600 CE ടു എസ്റ്റാബ്ലിഷ് ട്രേഡ് റിലേഷൻസ് വിത്ത് ഇന്ത്യ. അപ്പം ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1600 CE, 1600 CEയിലാണ് എന്ത് രൂപപ്പെട്ടത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപപ്പെട്ടത്. അപ്പം ഇത് മറന്നു പോകരുത്. ഏതാണ് ആ ഒരു വർഷം? എത്രയാണ്? 1600 CE ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് രൂപപ്പെട്ടത്? ഇന്ത്യയുമായിട്ട് വ്യാപാര ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. എസ്റ്റാബ്ലിഷ് എന്ന് പറഞ്ഞാൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. ട്രേഡ് റിലേഷൻ വിത്ത് ഇന്ത്യ, ഇന്ത്യയുമായിട്ട് വ്യാപാര ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപപ്പെട്ടത്. ദി ബ്രിട്ടീഷ് ഹൂ കം ഹിയർ ഫോർ ട്രേഡ്. ബ്രിട്ടീഷുകാരെന്തിനാണ് ഇന്ത്യയിലേക്ക് വന്നത്? വ്യാപാരം നടത്താൻ വേണ്ടിയിട്ടാണ്. ഗ്രാജ്വലി ബിക്കം ദി അതോറിറ്റീസ്. ആ വ്യാപാരം പിന്നെന്തായിട്ട് മാറി? അധികാരമായിട്ട് മാറി. ആൻഡ് ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇന്ത്യ വാസ് ടേക്കൺ ഓവർ ബൈ ദി കമ്പനി. അങ്ങനെ എന്ത് ചെയ്തു? ഇന്ത്യയുടെ ഭരണ സംവിധാനം ആര് കൈവശപ്പെടുത്തി? ഈ ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൈവശപ്പെടുത്തി. ഇനി അടുത്തതാണ് ദി ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. ദി ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. ദി ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് നടക്കുന്നത് 1857 ദിസ് ഈസ് ദി ഫസ്റ്റ് മാസ് മൂവ്മെൻറ്റ് ബൈ ഇന്ത്യൻസ് എഗെയിൻസ്റ്റ് ദി ബ്രിട്ടീഷ്. അപ്പം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്
ഇന്ത്യ നടത്തുന്ന ആദ്യത്തെ യുദ്ധമാണെന്ത് ദി ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. അതിൽ 1857 നടക്കുന്നത്. ദിസ് ഈസ് ദി ഫസ്റ്റ് മാസ് മൂവ്മെൻറ്റ് ബൈ ഇന്ത്യൻസ് എഗെയിൻസ്റ്റ് ദി ബ്രിട്ടീഷ്. അപ്പോൾ ബ്രിട്ടീഷിനെതിരെ ഇന്ത്യൻ ജനത നടത്തിയ ആദ്യ വലിയ പോരാട്ടമാണ് ഏത്? ദി ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. ദീസ് ലീഡ് ടു ദി എൻഡ് ഓഫ് ദി റൂൾ ഓഫ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇതോടെന്തായി? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷം ദി ക്വീൻ ഓഫ് ബ്രിട്ടൻ ടുക്ക് ഓവർ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇന്ത്യ ഡയറക്ട്ലി. തുടർന്ന് ബ്രിട്ടൻ്റെ രാജ്ഞി എന്ത് ചെയ്തു? ഇന്ത്യയുടെ ഭരണ സംവിധാനം നേരിട്ട് ഏറ്റെടുത്തു. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി അടുത്തത് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്സ്. ലോസ് ദാറ്റ് ഹെൽപ്ഡ് ടു സ്ട്രെങ്തൻ ദി പാർട്ടിസിപ്പേഷൻ ഓഫ് ഇന്ത്യൻസ് ഇൻ ദി ഗവേണൻസ് ഓഫ് ദി ബ്രിട്ടീഷ് ഇന്ത്യ. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണത്തിൽ ഇന്ത്യക്കാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ച നിയമങ്ങളാണ് എന്ത്? ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് എന്ന് പറയുന്നത്. അടുത്തതാണ് ഫ്രീഡം മൂവ്മെൻറ്റ്സ്. ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്ലേഡ് എ മേജർ റോൾ എമംഗ് ദി വേരിയസ് ഓർഗനൈസേഷൻ ദാറ്റ് ഫൗട്ട് എഗെയിൻസ്റ്റ് ദി ബ്രിട്ടീഷ് ഫോർ ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായിട്ട് ബ്രിട്ടീഷിനെതിരെ പോരാടിയ സംഘടനകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു പ്രധാന പങ്ക് വഹിച്ചു എന്നാണ് പറയുന്നത്. It was the Indian National Congress that officially put forward the demand for an independent constituent assembly to draft a constitution for India. അപ്പം ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കാൻ സ്വതന്ത്രമായ ഭരണഘടന സഭ വേണമെന്ന് ഔദ്യോഗികമായി ആരാണ് ആവശ്യപ്പെട്ടത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇറ്റ് വാസ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ദാറ്റ് ഒഫീഷ്യലി പുട്ട് ഫോർവേഡ് ദി ഡിമാൻഡ് ഫോർ ആൻ ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഇന്ത്യക്ക് ഒരു സ്വതന്ത്രമായിട്ടുള്ള ഭരണഘടനാ സഭ വേണമെന്ന് ഔദ്യോഗികമായി ഡിമാൻഡ് ചെയ്തത്, ആവശ്യപ്പെട്ടത് ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അപ്പം ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സ്വതന്ത്രമായിട്ടുള്ളൊരു ഭരണഘടനാ സഭ വേണമെന്ന് ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെട്ടത് ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അടുത്തത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്സ്. ഇതിലെന്താ പറയുന്നത്? ദി ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ്ഡ് സെവറൽ ലോസ് ടു ഗ്രാജ്വലി ഇൻക്രീസ് ദി പാർട്ടിസിപ്പേഷൻ ഓഫ് ഇന്ത്യൻസ് ഇൻ ദി അഡ്മിനിസ്ട്രേറ്റീവ് അഫയേഴ്സ് ആൻഡ് ടു ദി എൻഷുർ ബെറ്റർ ഗവേണൻസ് ഇയർ. അപ്പം ഇന്ത്യക്കാരുടെ ഭരണകാര്യങ്ങളിൽ പങ്കാളിത്തം ക്രമേണ വർദ്ധിപ്പിക്കുകയും മികച്ച ഭരണ സംവിധാനം ഉറപ്പാക്കുകയും ചെയ്യാൻ ബ്രിട്ടീഷ് സർക്കാർ എന്ത് ചെയ്തു? പല നിയമങ്ങളും പാസാക്കി. എന്താണ്? ഇന്ത്യക്കാരുടെ ഭരണകാര്യങ്ങളിൽ പങ്കാളിത്തം ക്രമേണ വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ മികച്ച ഭരണ സംവിധാനം ഉറപ്പാക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് സർക്കാർ പല നിയമങ്ങളും പാസാക്കി. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയിലുള്ള ആളുകളെ, ഇന്ത്യയിലുള്ള ഭരണം, അതായത് ഇന്ത്യയിലുള്ള ബ്രിട്ടീഷിൻ്റെ ഭരണം കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവിടെ ഇന്ത്യയിൽ ഒരു മികച്ച ഭരണ സംവിധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ബ്രിട്ടീഷ് സർക്കാർ എന്ത് ചെയ്തു? പല നിയമങ്ങളും പാസാക്കി. അടുത്തതാണ് എന്ത്? ക്യാബിനറ്റ് മിഷൻ. ടു ഗ്രാൻഡ് കംപ്ലീറ്റ് സെൽഫ് റൂൾ ടു ഇന്ത്യ, ദി ബ്രിട്ടീഷ് ഗവൺമെൻറ് സെൻഡ് ദി ക്യാബിനറ്റ് മിഷൻ ടു ഇന്ത്യ. ഇന്ത്യക്ക് പൂർണ്ണ സ്വയംഭരണം നൽകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ബ്രിട്ടീഷ് സർക്കാർ ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചു. ആസ് എ റിസൾട്ട് ഇൻ 1946 ഇതിൻ്റെ ഫലമായിട്ട് 1946 ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ ഓർഡർ ടു ഡ്രാഫ്റ്റ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇന്ത്യ. ഇന്ത്യക്ക് ഭരണഘടന തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഭരണഘടനാ സഭ രൂപീകരിക്കപ്പെട്ടു. അപ്പം 1946 ഇന്ത്യക്ക് ഭരണഘടന തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഭരണഘടനാ സഭ രൂപീകരിക്കപ്പെട്ടു. നെക്സ്റ്റ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വാസ് ദി ചെയർമാൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഭരണഘടന സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അപ്പോൾ അത് മറന്നു പോകരുത്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ദി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർഡ് ബൈ ഡോക്ടർ BR അംബേദ്കർ പ്രിപ്പയർഡ് ദി ഡ്രാഫ്റ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. BR അംബേദ്കർ
ഡോക്ടർ BR അംബേദ്കർ ആണ് ആര് അധ്യക്ഷനായത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഭരണഘടനയുടെ കരട് തയ്യാറാക്കിയത്. അപ്പം രാജേന്ദ്ര പ്രസാദാണ് എന്ത് അധ്യക്ഷ സ്ഥാനം വഹിച്ചത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. അതുപോലെ തന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? BR അംബേദ്കർ ആയിരുന്നു. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് എന്തുണ്ടാക്കിയത്? ഭരണഘടനയുടെ കരട് തയ്യാറാക്കിയത്. അടുത്തത് ദി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഡോപ്റ്റഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓൺ 26 നവംബർ 26 ഭരണഘടനാ സഭ ഭരണഘടന അംഗീകരിച്ചു. സോ വി ഒബ്സർവ് നവംബർ 26 ആസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ. അതുകൊണ്ട് നവംബർ 26 ഭരണഘടനാ ദിനമായി ആചരിച്ചു. ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഒഫീഷ്യലി കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 26 ജാനുവരി 1950. 1950 ജനുവരി 26 ഭരണഘടന ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നത്. അതുകൊണ്ടാണ് നമ്മൾ ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നത്. സിൻസ് ദെൻ ഇന്ത്യ ഹാസ് ബീൻ നോൺ ആസ് എ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. അതിനുശേഷം ഇന്ത്യ സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക്കായി അറിയപ്പെട്ടു. അടുത്തതാണ് ക്യാബിനറ്റ് മിഷൻ. Cabinet mission was the 3-member committee appointed by British to discuss with Indian leaders regarding the transfer of power to India. ഇന്ത്യയിലേക്ക് അധികാരം കൈമാറുന്നതിനെ കുറിച്ചിട്ട് ഇന്ത്യൻ നേതാക്കളുമായി ചർച്ച നടത്താൻ ബ്രിട്ടീഷുകാർ നിയോഗിച്ച മൂന്നംഗ കമ്മിറ്റിയാണെന്ത്? ക്യാബിനറ്റ് മിഷൻ. ദേ ഡിസ്കസ്ഡ് വിത്ത് ദി ലീഡേഴ്സ് ഓഫ് മേജർ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ഇന്ത്യ. അപ്പം ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുമായിട്ട് എന്ത് ചെയ്തു? അവർ ചർച്ച നടത്തി. ദി ക്യാബിനറ്റ് മിഷൻ അഗ്രീഡ് ടു ഫോം എ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ടു ഡ്രാഫ്റ്റ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇന്ത്യ. ഇന്ത്യക്ക് ഭരണഘടന തയ്യാറാക്കാൻ ഭരണഘടനാ സഭ രൂപീകരിക്കാൻ ക്യാബിനറ്റ് മിഷൻ സമ്മതിച്ചു. ദി പ്രൊപ്പോസ്ഡ് മിഷൻ envisaged the future political system of India. ഇന്ത്യയുടെ ഭാവിയിലെ രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ചുള്ള ഒരു രൂപരേഖ ഈ മിഷൻ എന്ത് ചെയ്തു? നിർദ്ദേശിച്ചു.